സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം അവസാനിപ്പിച്ച് ആശാപ്രവർത്തകർ. ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ജില്ലകളിൽ സമരം തുടരുമെന്നും ആശമാർ പ്രഖ്യാപിച്ചു. ആശമാർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വേദിയിലെത്തില്ലെന്ന് വി ഡി സതീശൻ അറിയിച്ചതിന് പിന്നാലെ MLA വേദി വിട്ടു. വി ഡി സതീശൻ മടങ്ങിയതോടെ രാഹുൽ വീണ്ടും സമരപന്തലിലെത്തി. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ 33 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ടാണ് പോകുന്നതെന്നാണ്. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും. ഇവിടെ നടന്ന സമരത്തെക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ്. ആദ്യത്തെ ക്യാബിനറ്റ് യോഗം. അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ UDF. വാക്കാ പറഞ്ഞിട്ടുള്ളത്. 3ാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നത്. വാക്കാ. പക്ഷേ ഞങ്ങൾ നേടിയെടുത്തു. ഇവിടെ ഇരുന്നു കൊണ്ട് സമരം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുവാൻ കഴിയുന്ന ചങ്ങൂറ്റമുള്ള കണ്ണുകളാണ്. നട്ടലിന് പകരം വാഴപ്പുള്ളിയല്ല എന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ശ്രീമതി സുനിഷ അയലൂർ ചേരുന്നു നമുക്കൊപ്പം. സുനിഷ അയലൂർ, 1-2 ദിവസമല്ല 265 ദിവസമാണ് രാപകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നീണ്ടത്. അതിനിടയിൽ നാടകീയമായ സമരമുറകളടക്കം നമ്മൾ കണ്ടതാണ്. സമരം അവസാനിപ്പിക്കുമ്പോൾ ഇതിന്റെ തുടർച്ച എന്താണ്? പ്രതിപക്ഷം ഈ സമരം അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തുടർന്നും കൊണ്ടുപോവുകയാണ്. ഉറപ്പായിട്ടും സുജയ, അതിലൊരു സംശയവുമില്ല. രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ അവസാനിക്കുന്നു എന്നതിനപ്പുറം ഇനി അങ്ങോട്ട് പ്രാദേശിക തലത്തിൽ, ജില്ലാ തലത്തിലെല്ലാം തന്നെ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടിയുള്ളതുകൊണ്ട് കൃത്യമായി LDF-നെതിരെയുള്ള ഒരു പ്രചരണ സന്ദേശം ഉയർത്താനുള്ള ഒരു യാത്ര, ജാഥ അതൊക്കെ തന്നെയും സംഘടിപ്പിക്കും ഇനി പ്രാദേശിക തലത്തിൽ എന്നുള്ളതാണ് ഇവർ അടുത്ത ഘട്ട സമരമായി അറിയിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, അടുത്ത വർഷം 2026-ൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യത്തെ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അത് ആശാവർക്കർമാരുടെ ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഒരു രാഷ്ട്രീയ വിഷയമായി, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമായി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വിഷയമായി ഇത് മാറുന്നു എന്നത് തന്നെയാണ്. അത്തരത്തിൽ സമരം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നിലവിലെ തീരുമാനം. ഏതായാലും 265 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം ഏതായാലും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് സമരപ്രതിജ്ഞാ റാലി അടക്കം എടുത്തുകൊണ്ട് സമരം ഇവിടെ നിന്നും നിർത്തിയിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വിവിധ തരത്തിൽ, അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ വിവിധ ഇടങ്ങളിൽ പ്രാദേശിക തലത്തിലെല്ലാം തന്നെ സമരം ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. അതിനിടയിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള സമയത്ത് VD സതീശൻ എത്തിയിരുന്നില്ല. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേദിയിൽ നിന്നും പോകുന്നൊരു കാഴ്ച കണ്ടു. അതിനുശേഷം VD സതീശൻ എത്തുന്നു, ഉദ്ഘാടനം നടത്തുന്നു. പെട്ടെന്ന് തന്നെ ഉദ്ഘാടന വേദിയിൽ നിന്നും മടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ VD സതീശൻ ഉദ്ഘാടന വേദിയിൽ നിന്നും പോയതിനു ശേഷം ഒരു 5-10 മിനിറ്റിന് ശേഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങി വരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ കണ്ടു എന്നുള്ളതാണ്. ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം അവസാനിക്കുന്നു. ഇനി പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. സുജയ, സുനിഷ അയലൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.